ഈ വീഡിയോയിൽ CNCയുടെ Z ആക്സിസ് അധികം ചെലവൊന്നുമില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടാലോ? ആദ്യമായി ഈ സൈസ് പേന വേണം. പിന്നീട് നമുക്ക് ഒരു തീർന്ന ഗ്ലൂ സ്റ്റിക്കിന്റെ ബോഡി വേണം. ഈ പേനയുടെ പ്രത്യേകത ഇതിന്റെ ബാക്ക് ക്ലോസ്ഡ് ആണ്. അപ്പം നമുക്ക് ഗ്ലൂ സ്റ്റിക്കിന്റെ അകത്തുള്ള നീല വാഷറാണ് സംഭവമല്ലേ, അതിലേക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഈ ടൈപ്പ് പേന ഡിസൈൻ ആയതുകൊണ്ട് സ്ക്രൂ നമുക്ക് ഒരെണ്ണിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഗ്ലൂ സ്റ്റിക്കിന്റെ അകത്തുള്ള ഈ നീല നട്ടിലേക്ക് നമ്മുടെ പേനയെ കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് ഫിക്സ് ചെയ്യണം. ഫിക്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കൊരു സ്പ്രിങ് വേണം. സ്പ്രിങ് ഒക്കെ ഒരു പഴയ പ്രിന്ററിൽ നിന്ന് ഒപ്പിച്ച്. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാൻ ഒരു ക്ലാമ്പ് വേണം. ആ ക്ലാമ്പ് ഉണ്ടാക്കുന്നതിനായി PVC പൈപ്പിൽ നിന്ന് അത് ഫ്ലാറ്റ് ചെയ്ത് ഇതുപോലെ ഒരു ക്ലാമ്പ് ഉണ്ടാക്കി എടുത്തു. സ്റ്റെപ്പർ മോട്ടർ ഒരു പഴയ ഡോട്ട് മാക്സി പ്രിന്ററിന്റെ ആയിരുന്നു. അതൊന്ന് ക്ലീൻ ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുത്തു. ഇനി നമുക്ക് അക്രിലിക് ഷീറ്റുകളൊക്കെ കട്ട് ചെയ്തും അലൂമിനിയത്തിലൊക്കെ ഹോൾ ചെയ്തും എടുക്കണം. അതിന്റെ ടെംപ്ലേറ്റുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത പാർട്സുകളൊക്കെ ഈ കാണിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. ഇതിന് ഞാൻ സ്ക്രൂകളാണ് ഉപയോഗിക്കുന്നത്. നട്ടും ബോൾട്ടും ഉപയോഗിക്കുന്ന സെക്ഷനിൽ നട്ടും ബോൾട്ടും ഉപയോഗിക്കുക. വേണമെങ്കിൽ റിവറ്റും ചെയ്തെടുക്കാൻ കൂട്ടുകാർക്ക്. പിന്നെ സ്ക്രൂകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അനുസരണം എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷനോ ഊരിയെടുക്കാനോ ഒക്കെ സഹായിക്കും. ഇതുപോലെ കൂട്ടുകാരെ ബാക്കിയൊക്കെ സെറ്റ് ചെയ്തെടുക്കുക. PVC പൈപ്പിൽ ഉണ്ടാക്കിയ ക്ലാമ്പിന്റെ കൂടെ ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ കട്ട് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് നല്ലോണം സെറ്റ് ആയിട്ടിരിക്കൂ. അക്രിലിക് ഷീറ്റുകളൊക്കെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കണമെന്നില്ല. ഞാൻ ഈ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്ന അക്രിലിക് ഷീറ്റുകളൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷൻ കടകളിലോ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന കടകളിലോ LED ബോർഡ് ഡിസൈനിങ് കടകളിലോ ഒക്കെ നമുക്ക് ചെന്നാൽ ഒരു ബാക്കി വേസ്റ്റ് വരുന്ന പീസുകളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ സാധിക്കും. വളരെ അങ്ങനെ കൂട്ടുകാർ അങ്ങനെ ശ്രമിച്ചാൽ. അക്രിലിക് ഷീറ്റിൽ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. മാരുതി 800ന്റെ ഇഗ്നിഷൻ കേബിളിന്റെ ഈ കവറാണ് സ്റ്റെപ്പർ മോട്ടറിലേക്കും നമ്മുടെ ഗ്ലൂ സ്റ്റിക്കിലേക്കും കപ്ലറായിട്ട് ഉപയോഗിക്കാൻ ഞാൻ എടുത്തേക്കുന്നത്. ഇനി സ്റ്റെപ്പർ മോട്ടറും ഇതിൽ സെറ്റ് ചെയ്യുക. ട്വൽവ് വോൾട്ടിന്റെ ഒരുവിധം RPM ഉള്ള DC മോട്ടറാണ് ഡ്രില്ലിങ്ങിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഡ്രിൽ ബിറ്റ് മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിനായി ഇൻസിൽ കൊണ്ട് ഇതുപോലൊരു കപ്പർ ഉണ്ടാക്കിയെടുത്ത് സംഭവം എങ്ങനെയുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ മുന്നേ ഉണ്ടാക്കിയ ഒരു റൈറ്റിംഗ് മെഷീൻ്റെ ബോർഡ് ഉപയോഗിച്ച് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുവാണ്. കണക്ഷനായി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ Z ആക്സിസ് അടിപൊളിയായി തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ആ റൈറ്റിംഗ് മെഷീനിലേക്ക് ഈ CNC Z ആക്സിസിനെ ഫിക്സ് ചെയ്തിട്ട് അവനെ ഒന്ന് മോഡിഫൈ ചെയ്ത് വുഡിൽ എൻഗ്രേവും കട്ടിങ്ങും ഒക്കെ നടക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം.
റൈറ്റിംഗ് മെഷീൻ മോഡിഫൈ ചെയ്യുന്നത് അടുത്ത വീഡിയോയിലിടാം. ലോക്ക്ഡൗൺ ആയിട്ട് മെറ്റീരിയൽസിനൊക്കെ നല്ല ഷോർട്ടേജ് ആണ്. മോഡിഫൈ ചെയ്ത വീഡിയോ ഉറപ്പായിട്ടും വരും. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കണേ. അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം.